ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പുതിയ ലെജൻസ് അസംബിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതെല്ലാവരും പൊട്ടിച്ചാണ്. എല്ലാവരും പറയുന്നത് ആരെ എടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാക്ക് പൊട്ടിച്ചു. എനിക്ക് എപ്പിക്കിൻ്റെ ഫോർലാൻ കിട്ടി. നിങ്ങൾക്കൊരു സ്ട്രൈക്കർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോർലാൻ എടുക്കണം. നിങ്ങൾ കണ്ണം കൂട്ടി എടുക്കാനേ ഉള്ളൂ. ഗൈസ്, ഞാൻ അനുഭവം ഉണ്ടായിട്ട് പറയുന്നതാണ്. അനുഭവം ജസ്റ്റ് എൻ്റെ സ്റ്റാച്ച് നോക്ക്. എപ്പിക്കൊക്കെ അതൊക്കെ ശരി, നമ്മൾ കളിയിലാണ് കാര്യം നോക്കുന്നത്. 90 104 ഓഫൻസീവ് ഓവർനെസ് 91, മിക്കതും ലൈറ്റിങ് കിക്കുമ്പോഴൊക്കെ 98, നോൺ ഡോമിനൻ്റ് ലെഗ് പൊസിഷൻ വെറ്റി ഹൈ ആണ്. അപ്പം നിങ്ങൾക്കൊരു സെൻട്രൽ ഫോർവേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ റേറ്റിംഗ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ മാർക്കോ കോമ്പാസിനെ എടുത്തോളൂ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഫോർലാൻ എടുക്കണം ഗൈസ്. എൻ്റെ അനുഭവം വെച്ച് പറയുന്നതാണ് ഗൈസ്. ഞാൻ പാക്ക് ചെയ്താണ് നോക്കുമ്പം എൻ്റെ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല, പടക്കം പൊട്ടിക്കണം. അപ്പോൾ ഗൈസ് എന്നിട്ട് പിന്നെ അങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ടപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ശരിക്കും തെറ്റായിപ്പോയി. എൻ്റെ ആളി ഇത് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലാതെ ഇതെന്നാ പറയണ്ട. ഇപ്പം അതിനേക്കാളും വലിയാണ് ഈ ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, അതിനേക്കാളും വലിയ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സെൻട്രൽ ബാക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റേ നമ്മുടെ കനവാനെ എടുക്കണം. ഒരു ഡിസ്ട്രോയർ തന്നെയാണ് പുള്ളിക്കാരൻ. പിന്നെ എനിക്കിപ്പോൾ വേണ്ടതാണ് ഒലിവർ കൺ. എൻ്റെ ഡിഫൻസ് ഒക്കെ ഇപ്പോൾ സെറ്റാണ്, എനിക്കറിയാമല്ലോ. മറ്റേ 101 കോസ്റ്റക്കട്ടുണ്ട്, പിന്നെ നമ്മുടെ 101 ആ കിടിലം ബെൻ വൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ റോബർട്ടോ കാർലോസ് ഉണ്ട്, ബെക്കാം പവർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡിഫൻസ് നല്ല അത്യാവശ്യം കട്ടയാണ് ഗൈസ്. അത് എനിക്ക് മാറ്റാൻ ആവശ്യമില്ല. പക്ഷേ ഗോൾ കീപ്പർ നല്ലതാണേലും ഒരു കുറച്ചുകൂടെ ചേഞ്ച് വേണം ഒരിത്. അതാകുമ്പം ഗോൾ കീപ്പറും ചേഞ്ച് വന്നാൽ പിന്നെ നമ്മുടെ ടീം തന്നെ സെറ്റായി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരിതിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കാൻ പോകുന്നത് മറ്റേ ഒലിവർ കാനാണ് ഗൈസ്. അപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്നവരാണ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ് ഈ നമ്മുടെ ഫോർലാൻ്റെ പടക്കമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എന്നെ അറിയത്തില്ല. പുള്ളിക്കാരൻ്റെ ഒന്നും ആരുടെയും കയറുന്നില്ല. ആകെ ഇപ്പം ആരുടെയാണ് കോസ്റ്റക്കട്ടിൻ്റെ ആരുടെയാണ് ഇപ്പം കയറി. ഞാൻ മറന്നു എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്. നിങ്ങൾക്ക് ഒരു സെൻട്രൽ ബാക്ക് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാനവാരോനെ നിങ്ങൾ സൈൻ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു നല്ല ഗോൾ കീപ്പർ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒലിവർ കാനെ സൈൻ ചെയ്തേ പറ്റൂ ഗൈസ്. കാരണം അത്രയ്ക്ക് നല്ല ഗോൾ കീപ്പറാണ്, പറയാൻ പറ്റൂല. പുള്ളിക്കാരൻ 1v1 വന്ന ഒരു 80% സേവയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ പീപ്പിളും നോക്കുന്ന നമ്മുടെ OVR വെച്ചിട്ടായിരിക്കും റേറ്റിംഗ്. പക്ഷേ അങ്ങനെയല്ല ഗൈസ് ശരിക്കും നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ട കളി വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിയാഗോ ഫോർലാനെ കിട്ടിയതിന് ഞാൻ ഫസ്റ്റ് കുറച്ച് ഇതായിരുന്നു, കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ ആളേതാ സംഭവം. എൻ്റെ സെൻറ്ററിൽ നിന്നൊക്കെ പടക്കം പൊട്ടിക്കുന്നു പുള്ളിക്കാരൻ വേറെ ലെവലാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പം ആരോട് വേണമെങ്കിലും ചോദിച്ചോ, കണ്ടോ പടക്കം പൊട്ടിക്കുന്നു. അതുപോലെ നമുക്ക് ഒന്നുകൂടെ കാണാം. എൻ്റെ ഈ എന്തായാലും എനിക്കൊരു സ്ട്രൈക്കർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഫോർലാനെ കണ്ണും പൂട്ടിയെടുത്തു.
സ്ട്രൈക്കിംഗ് ആണ് ഗൈസ്. ഗോൾ പോച്ചറാണ്. അത് മാത്രമല്ല ഗോൾ പോച്ചറും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു എബിലിറ്റി ആയിട്ട് അവർ നല്ല പൊസിഷനിങ് ഉണ്ട് ഗൈസ്. അതായത് ഇപ്പം ഡിഫെൻഡ് കയറി ആവശ്യമുള്ള സമയത്ത് എന്നാലും പിന്നെ ഒരു റൺ ഇടണമെങ്കിൽ നമ്മൾ അതിന് റണ്ണിൻ്റെ ആ സെറ്റിങ്സ് ഒക്കെ ഇല്ലേ, ജോയ്സ്റ്റിക്ക് നമ്മൾ മാറ്റുക കണക്കെ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഗൈസ്. ഇവൻ നല്ല കൃത്യമായിട്ട് എൻ്റെ പൊസിഷനിൽ എപ്പോൾ ബോൾ കിട്ടിയോ അപ്പം ഫ്രണ്ടിലോട്ട് ഓടും. അത് ഓഫ് സൈഡ് പോവാതെ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോർലാനെയാണ്. നല്ലൊരു എപ്പിക്ക് കാണാനാണ് ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ഈ ഓഗസ്റ്റ് നടുക്ക് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പോകുന്നതാണ് കൊനാമി അറിയിച്ചേക്കുന്നത്. പോകില്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇന്ന് ഒരു കണ്ടോ ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു നോക്കിയപ്പം കൊനാമി ഈ ഓഗസ്റ്റ് നെടുകിലൊരു വലിയ അപ്ഡേറ്റ് വരുത്തുന്നുണ്ട്. എന്നാലും നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പോകും, പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം പോകും. അപ്പോൾ അത് ഇങ്ങനെ വരുന്നത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കൊനാമി നമ്മുടെ അക്കൗണ്ടില്ല എന്നാ പോക്കാക്കിയ അതൊരു വലിയ ചതിയായിരിക്കും. അല്ലേലും എനിക്ക് അറിയാമായിരുന്നു ഗൈസ്. കാരണം കൊനാമിക്ക് ഇത്രയും ഒട്ടൊന്നുമില്ല ഇത്ര എപ്പിക്ക് പ്ലേയേഴ്സിനെ കൊടുക്കാൻ. അതെനിക്ക് അത്രയും അറിയാം. അപ്പോൾ ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സ്ട്രൈക്കറാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതാണ് ഫോർലാനെ എടുക്കുക. കണ്ണും പൂട്ടി എടുക്കുന്നത്, കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന. അവന് നല്ല പൊസിഷൻ എല്ലാം ഉണ്ട്. വാൻബാസിനേക്കാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്റ്റാച്ചിൻ്റെ അല്ല നമ്മൾ കളിയിലാണ് നോക്കുന്നത്. ഇവന് നല്ല കളിയുണ്ട്, സ്റ്റാച്ചും നല്ലോണം ഉണ്ട്. പിന്നെ ഗോൾ കീപ്പറില്ലേ എന്തായാലും ഒലിവർ കാന. അപ്പോൾ ഈ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒലിവർ കാന എങ്ങനെ 106 അത് നമ്മൾ ജോഹാൻ ക്രൈഫ് തന്നെ വേണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ പിന്നെ ഒലിവർ കാന് ഡബിൾ ബൂസ്റ്റർ സെക്കൻഡ് ബൂസ്റ്റർ നമ്മുടെ ഗോൾ കീപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ 106 ആവുന്നതാണ്. പിന്നെ നമ്മുടെ ടീം മൊത്തം ഡബിൾ ബൂസ്റ്റർ ആണെങ്കിൽ ഇപ്പം എൻ്റെ ടീമിലില്ലേ 2 ഫോർവേഡ് ഡബിൾ ബൂസ്റ്റർ, AMF ഡബിൾ ബൂസ്റ്റർ, മെസ്സി, പാൾമർ ബൂസ്റ്റർ, സെർജിഞ്ഞ് ഡബിൾ ബൂസ്റ്റർ, പിക്ഫോർഡ് ഡബിൾ ബൂസ്റ്റർ. ഇങ്ങനെ ഡബിൾ ബൂസ്റ്റർ ഉണ്ടെങ്കിലും നമ്മുടെ ടീം ബൂസ്റ്റ് ആവാൻ കുറേ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രൈക്കർ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫോർലാനെ തന്നെ എടുക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്, കാരണം അങ്ങനെയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.